അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, താബി പണ്ഡിതന്മാരിലൊരു ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം താബി, അതിന് ശേഷമുള്ള ഒരു പണ്ഡിതന്റെ ചരിത്രം. അദ്ദേഹത്തിന് ഒരിക്കല് ഒരു ദാരിദ്ര്യം കൊണ്ട് ഒരുപാട് പരീക്ഷിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറയുന്ന വാക്കാണ്, ഞാൻ പണ്ട് ഒരു ഭിക്ഷക്കാരൻ വന്നപ്പോൾ അയാളെ ഞാൻ ആട്ടിപ്പായിപ്പിച്ചിരുന്നു. ആട്ടിപ്പായിപ്പിച്ചത് കൊണ്ടാണ് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. ഈ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 500 കൊല്ലത്തിന് ശേഷം വേറൊരു പണ്ഡിതൻ ഇത് വായിച്ചിട്ട് അദ്ദേഹം പറയാണ്, പണ്ടത്തെ മുൻകാല സജ്ജിതരായ സലഫുകൾ അവർക്ക് യഥാർത്ഥത്തിൽ അവരെ ജീവിതത്തിൽ 1 or 2 തെറ്റുകുറ്റങ്ങളെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതവർക്ക് നല്ല ഓർമ്മയുണ്ട്, ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട്, അവരെ തെറ്റുകുറ്റങ്ങൾ ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട്. എന്നാല് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ട് നമ്മൾക്കത് ഓർമ്മിക്കാനും കൂടി പറ്റുന്നില്ല. നമ്മളെ എണ്ണം നമ്മൾക്കറിയില്ല. നമ്മളൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതാണ് ഒരു 500 വർഷങ്ങൾക്ക് ശേഷമുള്ള വേറൊരു പണ്ഡിതന്റെ നിരീക്ഷണം. പിന്നെ 500 കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല്, കുറേ തെറ്റുകുറ്റങ്ങൾ തെറ്റല്ലാത്ത അവസ്ഥയിലേക്ക് മെല്ലനെ മാറിക്കൊണ്ടിരുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു? അത് തെറ്റേ അല്ല, പലരും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ തെറ്റായിട്ട് തന്നെ തോന്നുന്നില്ല. പിന്നെയും ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ നൂറ്റാണ്ടിലേക്ക് ജീവിക്കുമ്പോൾ എന്ത് സംഭവിച്ചു സഹോദരന്മാരെ? വലിയ അപകടത്തിലാണ് നമ്മുടെ കാലഘട്ടം. എന്താണെന്ന് വെച്ചാല്, ഇന്ന് തെറ്റുകൾ പറയുന്നത് നന്മയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അസ്തഗ്ഫിറുല്ലാഹ്. ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ. പണ്ട് ഒരു പണ്ഡിതന്മാർക്ക് ഒരു തെറ്റോ 2 കുറച്ച് തെറ്റേ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. അത് എപ്പോഴും ഓർത്തുകൊണ്ട് വിഷമിച്ച് അല്ലാഹുവിന്റെ അടുത്ത് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ വന്നപ്പോൾ തെറ്റുകൾ കുറെ കൂടി എന്നുള്ളൂ. എന്നാൽ അവർക്ക് തെറ്റുകളാണെന്നുള്ള ബോധമുണ്ട്, എന്നിട്ട് ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്ത് പിന്നെയും കാലം മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചാൽ, തെറ്റുകളൊന്നും വലിയ പ്രശ്നമല്ലാതെ അവരുടെ മൂക്കിന്റെ തുമ്പിൽ നിൽക്കുന്ന പോലെ അവർക്ക് തോന്നുള്ളൂ. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തെറ്റുകൾ വലിയ മലയോളം അവരുടെ മുതുക് മുഴുവൻ നശിപ്പിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ 1000 വർഷം ഇങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്ക് അവർക്ക് തെറ്റുകൾ പെടുന്ന മൂക്കിന്റെ തുമ്പത്ത് ജസ്റ്റ് ഒന്ന് തൊട്ടാ അങ്ങോട്ട് മാറും എന്നുള്ള അവസ്ഥയിലെത്തി. എന്നാൽ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെ അവസ്ഥ എന്താ സഹോദരന്മാരെ? ഇന്ന് തിന്മയെല്ലാം നന്മയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്തൊരു ലോകമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വസ്ത്രങ്ങൾ എത്രത്തോളം കുറയുന്നോ, എത്രത്തോളം കുറഞ്ഞു വരുന്നോ, പ്രശസ്തി കൂടി വരുന്നു എന്നാലോചിക്ക്, ചിന്തിക്കണം സഹോദരന്മാരെ. എങ്ങനെയൊക്കെ നമ്മൾക്ക് ഹറാമിലോട്ട് ഉണ്ടാക്കാം, സമ്പത്ത് എങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കോളൂ. പലിശയാവട്ടെ, മറ്റൊരു തട്ടിപ്പും, പല സ്ത്രീധനം, കൈക്കൂലിയും എല്ലാം വെള്ളത്തിൽ തിന്നുന്ന പൈസ എങ്ങനെ ആയിക്കോട്ടെ, അവർക്ക് പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളൊക്കെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒന്ന് ചിന്തിക്കണം. ഇന്നിപ്പോ ഒരുപാട് നമസ്കരിക്കാത്തവർക്ക് പോലും ഒരുപാട് ആദരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. ആലോചിക്കണം, ഇന്ന് 5 നേരം നമസ്കരിക്കുന്ന കേൾക്കുന്നതിന്റെ വലിയ കാര്യമായി. അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 നേരം പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് എന്തൊരു വലിയ മുത്തഖിയായി മാറിപ്പോയി. ഇനി മനുഷ്യൻ തഹജ്ജുദ് കൂടി തുടങ്ങിയ വലിയ ഔലിയായി ആയി തുടങ്ങി. ഒന്ന് ചിന്തിക്കണം സഹോദരന്മാരെ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും തെറ്റൊന്നുമില്ല എന്നാണ് പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, നമ്മൾ ദുനിയാവിലേക്ക് നോക്കുമ്പോൾ ഞാൻ വലിയ നല്ല മനുഷ്യനെ തോന്നിപ്പോവും. നമ്മുടെ ചുറ്റുപാടും നമ്മൾ എല്ലാവരും നോക്കുമ്പോഴും ഞാനും നിങ്ങളൊക്കെ വലിയ നല്ല ഔലിയാന്ന് തോന്നിപ്പോവും. പിശാച് തോന്നിപ്പിക്കും സഹോദരന്മാര്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു നേരം കൂടി നമസ്കരിക്കാത്ത വ്യക്തി, മനസ്സിലാക്കണം, ഒരു നേരം കൂടി നമസ്കരിക്കാത്തൊരു വ്യക്തിയിൽ നിന്ന് നാവിൽ നിന്ന് കേട്ടതാ ഞാൻ വലിയ ഔലിയ എന്നുള്ളത്. പിശാചിന് അത്രമാത്രം വഴി പിടിപ്പിക്കാൻ പറ്റും, നമ്മൾ മനസ്സിലാക്കണം. ഷിർക്ക് മുഴുവനും പ്രചരിപ്പിച്ചിട്ട് പോലും ഞാൻ ഔലിയ എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കണം സഹോദരന്മാർ, ഒന്ന് ചിന്തിക്കണം. അപ്പൊ പാപം എന്ത് എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക സമൂഹത്തിലേക്ക് നോക്കിയിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രവാചകന്റെ സഹാബാക്കളുടെ ജീവിതമൊക്കെ ഒന്ന് പഠിക്കുക. ഖുർആനും സുന്നത്തും ഒക്കെ ഒന്ന് പഠിക്കുക. ഈ പാപം പറയുന്നത് ഞാനും നിങ്ങളല്ല തീരുമാനിക്കുന്നത്, മറിച്ച് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവാണ്. അങ്ങനെ പഠിക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ മഹാ
മഹാഭാപികളെ സഹോദരന്മാരെ. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ വിഭജിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് അറിയാതെ നമ്മൾ അറിഞ്ഞും കൊണ്ട് തന്നെ നമ്മൾ പലതും കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ചെവി കൊണ്ടൊക്കെ, നമ്മൾ നാവ് കൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, പാടില്ലാത്ത സ്ഥലത്ത് പോകുന്നുണ്ട്, വേണ്ടാത്ത കൂട്ടുകെട്ടിലുണ്ട്. ഇനി ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജാഹിലിയ കാലഘട്ടം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. ഉമർ തന്നെ അങ്ങനെ എപ്പോഴും ഖലീഫായിട്ട് പോലും ജാഹിലിയ കാലഘട്ടത്തിലെ കാര്യങ്ങൾ ഓർത്ത് പൊട്ടി പൊട്ടി കരയായിരുന്നു. നമ്മളൊക്കെ കുഴപ്പമില്ല, നമ്മളൊക്കെ മറന്നുപോയി. നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ, ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി. പിന്നെ നമ്മളിങ്ങനെ കുറേ നിസ്കാരം, നോമ്പും, സക്കാത്തും, പിന്നെ ദഅവത്തും, വലിയ വലിയ പേരും പ്രശസ്തിയുമൊക്കെ ഘട്ടം ഘട്ടമായി ഉയർന്നു വലിയ സമൂഹത്തിൽ പേരും മാനൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ പാപങ്ങളൊന്നും അങ്ങനെ പോയി നമ്മൾ വിചാരിക്കുന്നത്. ദയവ് ചെയ്ത് അങ്ങനെ ആവരുത്. എപ്പോഴും നമ്മളെ ജാഹിലിയ കാലഘട്ടം ഓർക്ക്. അള്ളാഹു തീർച്ചയായിട്ടും മഹാ കാരുണ്യവാനാണ്. അള്ളാഹു എല്ലാം പുറത്തുതരും. പക്ഷെ നമുക്ക് ആർക്കും അറിയില്ലല്ലോ. നമ്മുടെ പാപങ്ങൾ പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് എത്തിയാൽ മാത്രമാണ് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് സംതൃപ്തരാകാൻ പറ്റുള്ളൂ. ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ. എപ്പോഴും നമ്മളൊരു കുറ്റബോധത്തിൽ ഹൃദയത്തിൽ വേണം. യഥാർത്ഥത്തിൽ എനിക്ക് പണ്ട് എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. പണ്ടത്തെ ഫോട്ടോ ഞാൻ സ്റ്റേജിൽ ഓർഗൻ അടിക്കുന്നതും പാട്ട് പാടുന്നതൊക്കെ ഫോട്ടോ ഉണ്ട്. അതൊക്കെ പണ്ട് ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ ഞാൻ അതെടുത്ത് നോക്കും. എന്നിട്ട് പണ്ട് ഇങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, സിനിമാ തിയേറ്ററിൽ പോകുന്നുണ്ട്, പാട്ട് പാടാറുണ്ട്, ക്രിക്കറ്റും ഫുട്ബോളിനൊക്കെ അഡിക്റ്റ് ആയ ഒരു കാലഘട്ടമുണ്ട്. എപ്പോഴും നമ്മുടെ പാപങ്ങൾ ഓർക്കണം സഹോദരന്മാരെ. നമ്മുടെ ജാഹിലിയത്ത് ഒരിക്കലും മറന്നു പോകരുത്. എന്നിട്ട് എപ്പോഴും കുറ്റബോധമുള്ള മനസ്സോടെ ജീവിക്കണം. അതല്ലാതെ നമ്മൾ ഒരുപാട് സൽക്കർമ്മം ചെയ്ത് നമ്മൾ വലിയ ഔലിയ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എന്ന് അങ്ങനെ എനിക്കും നിങ്ങൾക്കും തോന്നുന്നോ, ഞാൻ എന്തോ ഔലിയ ആയിട്ടുണ്ട്, ഞാൻ എല്ലാ സൽക്കർമ്മം മാത്രമേ ചെയ്യുന്ന വ്യക്തി, അന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മഹാപാപിയായി തുടങ്ങുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും തൃപ്തിപ്പെടുമാറാകട്ടെ. നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.